ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറിയൻ കലാപം, മരണം 5000 കവിഞ്ഞു. സിറിയൻ സൈനിക നടപടിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കുമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ സമിതി അംഗം നവി പിള്ളൈ. അലബാമ അനധികൃത കുടിയേറ്റ നിയമം ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ഫെഡറൽ കോടതി. അമേരിക്കയിലെ പുതുവർഷം പുതിയ തൊഴിലവസരങ്ങളോടെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ 14% സ്ഥാപനങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അധികൃതർ. അമേരിക്കൻ സൈനിക എയർബേസിലെ ഹെലികോപ്റ്റർ അപകടം, 4 സൈനിക പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. സിറിയയിലെ ബഹുജന പ്രക്ഷോഭത്തിൽ 5000-ലധികം പേർ കൊല്ലപ്പെട്ടതായി UN മനുഷ്യാവകാശ സമിതി. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 1000 പേർ കൊല്ലപ്പെട്ടു. സിറിയൻ കലാപത്തിൽ മരണം 5000 കവിഞ്ഞതായി റിപ്പോർട്ട്. സിറിയയിലെ ബഹുജന പ്രക്ഷോഭത്തിലാണ് ഇത്രയേറെ പേർ മരിച്ചതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 9 മാസത്തിനിടെയാണ് ഇത്രയേറെ പേർ കൊല്ലപ്പെട്ടതെന്ന് UN മനുഷ്യാവകാശ സമിതി വിഭാഗം തലവൻ നവി പിള്ള പറഞ്ഞു. Now, the special session on Syria is going on before the Human Rights Council, and member state after member state is asking them to protect the civilians, stop the killings, and pull back now. It started with appeals. I also, in my first messages in August last year, when our monitors advised that 2,000 people had been killed, today reported to the Human Rights Council that it's 4,000. So if action had been taken sooner, we would have saved 2,000 lives. And that's why I say the situation is worsening day by day. As you know, the Commission of Inquiry delivered its report to the Human Rights Council. And there you see, even though the government says many of their security forces have been killed and that there are armed opposition elements, the Commission found that it's civilians who have been targeted. 307 children killed, children tortured, a 2-year-old child killed, and just many attacks on water tanks, stopping people from delivering food. That people are afraid to come out of their homes because as soon as they step onto the road, they are being shot. മരിച്ചവരിൽ സിറിയയിലെ പൗരന്മാരും കരസേനാ ഉദ്യോഗസ്ഥരും സിറിയൻ പൗരന്മാരെ വെടിവെച്ചു കൊല്ലാൻ വിസമ്മതിച്ചവരും ഉൾപ്പെടുന്നതായി UN അറിയിച്ചു. പട്ടാളം, പോലീസ്, സുരക്ഷാ സർവീസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നായി 1100ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 1000 പേരാണ് സിറിയൻ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. സിറിയൻ സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും ഈ ക്രൂര നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യുന്നതായി UN മനുഷ്യാവകാശ സംരക്ഷണ സമിതി അഭിപ്രായപ്പെട്ടു. 14,000-ലധികം പേർ രാഷ്ട്രീയ തടവുകാരായി ഇപ്പോൾ സിറിയയിലുണ്ട്. 12,400-ലധികം ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടിപ്പോയതായും റിപ്പോർട്ടുണ്ട്. സിറിയൻ പ്രസിഡന്റ് അറബ് ലീഗിന് നൽകിയ ഉടമ്പടിയെ ലംഘിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതെന്ന് UN പറഞ്ഞു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാമെന്നും സിറിയയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാമെന്നുമായിരുന്നു അറബ് ലീഗിന് സിറിയ നൽകിയ വാഗ്ദാനം. കഴിഞ്ഞ 9 മാസമായി പക്ഷേ സിറിയയിൽ പ്രക്ഷോഭം തുടരുകയാണ്. 300-ലധികം കുട്ടികൾ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങൾ സിറിയയിലെ കലാപം നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്തോറും ഒരു വാശി പോലെ സിറിയൻ സൈന്യം പ്രക്ഷോഭകാരികളെ കൊന്നൊതുക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട്. ചൊവ്വാഴ്ച പ്രഭാതത്തിനു മുൻപ് ഐഡ്ലിബിൽ സൈനികർ 11 പേരെ വെടിവെച്ചു കൊന്നതായി ബ്രിട്ടൻ കേന്ദ്രീകരിച്ചുള്ള സിറിയയുടെ മനുഷ്യാവകാശ നിരീക്ഷകർ പറഞ്ഞു. 26 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കുമേറ്റിട്ടുണ്ട്. അലബാമയിലെ ഇമിഗ്രേഷൻ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് ഫെഡറൽ കോടതി തടഞ്ഞു. വിവാദമായ നിയമം അനധികൃത കുടിയേറ്റക്കാരെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് കോടതി വിലയിരുത്തി. അലബാമയിലെ കുടിയേറ്റ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് ഫെഡറൽ കോടതി തടഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കഠിനവും അപ്രായോഗികവുമായ നിയമങ്ങളാണ് തടഞ്ഞതെന്ന് ഫെഡറൽ കോടതി പറഞ്ഞു. കുടിയേറ്റം അലബാമയെ വിവാദത്തിൻ്റെ മുൾമുനയിൽ കഴിഞ്ഞ 10 വർഷമായി നിർത്തിയിരിക്കുകയാണ്. അലബാമയിലെ സ്പാനിഷ് ജനസംഖ്യ 145% ഉയർന്നു കഴിഞ്ഞു. ഇപ്പോഴിത് 1,85,600 എന്നാൽ മൊത്തം ജനസംഖ്യയുടെ 4% ഇത് വരുന്നുള്ളൂ.
വടക്കൻ അലബാമയിലെ സ്പാനിഷ് സംസാരിക്കുന്ന സമൂഹം ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ സ്പെയിനിൽ നിന്നുള്ള കുട്ടികളാണ് ഏറെയും പഠിക്കുന്നതും. മൊബൈൽ ഫോണുകൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമാക്കണമെന്ന വിവാദമായ നിയമമാണ് കോടതി തടഞ്ഞത്. മൊബൈൽ ഫോണുകൾ ഉള്ളവർ അവരുടെ വസ്തുവകകളുടെ വിവരം രജിസ്റ്റർ ചെയ്യണമെന്നും അങ്ങനെ ചെയ്യാത്തവർ 3 മാസം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും അലബാമയിലെ വിവാദ നിയമം പറയുന്നു. എന്നാൽ അനധികൃത കുടിയേറ്റക്കാർ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ ജൂണിൽ നിലവിൽ വന്ന കുടിയേറ്റ നിയമത്തിലെ വ്യവസ്ഥകൾ തടയുന്നുണ്ട്. അലബാമയിൽ ഒരിടത്തു നിന്നും മൊബൈൽ ഫോൺ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ പെർമിറ്റും രജിസ്ട്രേഷനും വേണം. അനധികൃത കുടിയേറ്റക്കാർക്ക് ഇവിടെ കഴിയാനോ ഇവിടെ നിന്നും പോകാനോ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. മനുഷ്യത്വമില്ലാത്ത ഈ നിയമം മൂലം ഒട്ടേറെ കുടുംബങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും പുറത്തായിട്ടുണ്ടെന്ന് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പറഞ്ഞു. I'm sad, that I'm being in some way persecuted, but I think that maybe another state will give me, the opportunities that Arizona has not been able to give me so far. സ്കൂൾ പ്രവേശനത്തിന് കുടിയേറ്റക്കാരുടെ മക്കളുടെ ഇമിഗ്രേഷൻ വിവരങ്ങൾ സ്കൂളുകൾ നിർബന്ധമായും ശേഖരിക്കണമെന്ന വ്യവസ്ഥ കോടതി കഴിഞ്ഞ മാസം തടഞ്ഞിരുന്നത് പ്രത്യേകം ശ്രദ്ധേയവുമാണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അമേരിക്കയിലെ പുതുവർഷത്തിൽ 14% സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തൊഴിൽ രഹിതർക്ക് തൊഴിൽ സാധ്യതയെന്ന് മാൻ പവർ ഹയറിംഗ് സർവേ. 2009 ലോകത്താകമാനം വീശിയടിച്ച സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിലെ തൊഴിൽ രംഗത്തും ബാധിച്ചിരുന്നു. എന്നാൽ 2012 ജനുവരി മുതൽ തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ ഒരു മാൻ പവർ ഹയറിംഗ് സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. വീണ്ടും സാമ്പത്തികമായൊരു മുന്നേറ്റത്തിന് അമേരിക്ക സജ്ജമാകുന്നുവെന്നതിന്റെ സൂചനയായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ ഈ റിപ്പോർട്ടിനെ വിലയിരുത്തുന്നത്. വ്യാപാര കേന്ദ്രങ്ങളും വ്യവസായശാലകളും സ്കൂൾ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് പുതുവർഷത്തിൽ കൂടുതൽ തൊഴിൽ നൽകാൻ പോകുന്നത്. അധ്യാപകർ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ്, ഡ്രൈവർമാർ, മെക്കാനിക്കുകൾ, അക്കൗണ്ടന്റ് തുടങ്ങിയ ഒഴിവുകളാണ് നികത്താൻ പോകുന്നത്. അമേരിക്കയിലെ 2400 സ്ഥാപനങ്ങളിലായി മാൻ പവർ ഇൻകോർപ്പറേറ്റ് എന്ന സ്ഥാപനം നടത്തിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഏതു വിഭാഗത്തിലെ തൊഴിലാളികളെ ലഭിക്കാനാണ് എന്ന ചോദ്യത്തിന് കൂടുതൽ പേരും പറഞ്ഞത് സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന ഉത്തരമാണ്. നേരിട്ടുള്ള വിപണനം, ടെലിഫോൺ മാർക്കറ്റിംഗ്, ബിസിനസ് ടു ബിസിനസ് തുടങ്ങി ഒരു തസ്തികയിലേക്കും കഴിവുള്ള റെപ്രസെന്റേറ്റീവുകളെ ലഭിക്കാത്ത അവസ്ഥയാണെന്ന് ഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ തൊഴിൽ കണക്കുകൾ തയ്യാറാക്കുന്ന ഭരണ ഏജൻസി US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ സർവേ ഫലങ്ങളെ ശരിവയ്ക്കുന്നു. റീറ്റെയിൽ രംഗത്ത് 7,36,000 പേരെയും മറ്റു മേഖലകളിൽ 1,87,000 സെയിൽസ് റെപ്രസെന്റേറ്റീവുകളെയും 2014 മുമ്പ് ആവശ്യമായി വരുമെന്നാണ് സർക്കാർ കണക്കുകൾ. സർവേയിൽ ഉയർന്നുവന്ന രണ്ടാമത്തെ മേഖല അധ്യാപകരുടെ ഒഴിവുകളാണ്. വിഷയത്തിൽ വിജ്ഞാനമുള്ള അധ്യാപകരുടെ കുറവ് അമേരിക്കൻ വിദ്യാഭ്യാസ മേഖലയെ പിന്നോക്കം വലിക്കുമെന്ന് തന്നെ ഭയപ്പെട്ടിരുന്നു. 2014 മുമ്പ് ആകെ 7,89,000 അധ്യാപക തസ്തികകൾ നികത്തേണ്ടി വരുമെന്നാണ് കണക്ക്. പെൻഷൻ കണക്കുകൾ കൂടി ഉൾപ്പെടെയാണിത്. മെക്കാനിക്കുകൾ 5 ലക്ഷത്തോളമെങ്കിലും അടുത്ത 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകണം. ഇതര ഓഫീസ് ജീവനക്കാരുടെ കാര്യത്തിലും ധാരാളം തൊഴിൽ മേഖലകൾ തുറക്കപ്പെടുകയാണ്. സാമ്പത്തിക മാന്ദ്യം മൂലം 2009, 2010, 2011 വർഷങ്ങളിൽ വൻ പിരിച്ചുവിടലുകൾ നടത്തിയ സ്ഥാപനങ്ങൾ പോലും 2012 പുതുജീവനത്തിന് തയ്യാറാവുകയാണ്. തൊഴിൽ നിയമങ്ങളിലും വിസ നിയമങ്ങളിലും കാര്യമായ പരിഷ്കാരങ്ങൾക്ക് ഇടയൊരുക്കുന്നതാണ് പുതിയ കണക്കുകൾ. എന്തായാലും ആസന്നമായ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇത്തരം നിയമാനുകൂല്യ വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ടാകും എന്നുറപ്പിക്കാം. അമേരിക്കൻ സൈനിക എയർബേസിലെ 2 ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് 4 സൈനിക പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. ലെവി മക്കോഡിലെ ജോയിന്റ് എയർബേസിൽ പരിശീലന പറക്കലിനിടെയാണ് കോപ്റ്ററുകൾ കൂട്ടിയിടിച്ചത്. അമേരിക്കൻ സൈനിക എയർബേസിൽ ഇന്നലെ രാത്രിയിൽ 2 ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് 4 സൈനികർ മരിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പരിശീലന പറക്കലിനിടെ ജോയിന്റ് എയർബേസായ ലെവിസ് മക്കോഡിലാണ് കൂട്ടിയിടി ഉണ്ടായത്. പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന OQ-58P എന്ന ഒറ്റ എഞ്ചിൻ കോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി ബന്ധുക്കളുടെ സഹായം തേടിയിട്ടുണ്ട്. എന്നാൽ എന്താണ് അപകടത്തിന് കാരണമാക്കിയതെന്ന് ഇതുവരെയും അറിവായിട്ടില്ലെന്നും അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്നും ഔദ്യോഗിക വക്താവ് JC മാത്യൂസ് പറഞ്ഞു. ദാരുണമായ സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വേദനയിൽ പങ്കുചേരുന്നതായി മേജർ ജനറൽ ലിയോസ് മൈൻസ് പറഞ്ഞു. ലെവിസ് മക്കോഡ് എയർബേസ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എയർബേസുകളിൽ ഒന്നാണ്.
പെന്റഗൺ നയതന്ത്ര പ്രതിരോധ അണ്ടർ സെക്രട്ടറി മിഷേൽ ഫ്ലർനോയി രാജിസന്നദ്ധത അറിയിച്ചു. സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ ചെലുത്താനാണ് പിന്മാറ്റമെന്ന് ഫ്ലർനോയി പറഞ്ഞു. അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി മിഷേൽ ഫ്ലർനോയി തൽസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി സൂചന. പെന്റഗണിലെ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്ന വനിതയാണ് ഫ്ലർനോയി. അടുത്ത വർഷം ആദ്യത്തോടെ തൽസ്ഥാനം ഒഴിയാനാണ് ഫ്ലർനോയി ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് താനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ഒരു അഭിമുഖത്തിൽ ഫ്ലർനോയി പറഞ്ഞു. നയതന്ത്ര കാര്യങ്ങളിൽ പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയാണ് 50-കാരിയായ ഫ്ലർനോയി. 2009 ഫെബ്രുവരിയിലാണ് ഒബാമയുടെ ആശീർവാദത്തോടെ ഫ്ലർനോയി പ്രതിരോധ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയായി ചുമതലയേറ്റത്. അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും അമേരിക്കൻ നയതന്ത്ര ഇടപെടലുകളിൽ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒബാമയെ സഹായിക്കുന്ന വലിയ ജോലി ഫ്ലർനോയിക്കായിരുന്നു. ചൈനയുമായുള്ള പ്രതിരോധ ചർച്ചകളിലും അമേരിക്കയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതും ഇവരായിരുന്നു. ഫ്ലർനോയുടെ ഈ തീരുമാനത്തോട് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പ്രതികരിച്ചു. സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ഇനിയും ഫ്ലർനോയുടെ സേവനം രാജ്യത്തിന് ആവശ്യമാണെന്നും പദവിയിൽ തുടർന്നും ഫ്ലർനോയി ഉണ്ടായിരിക്കുമെന്നാണ് താൻ കരുതുന്നതായും ലിയോൺ പനേറ്റ പ്രതികരിച്ചു. എന്തായാലും മിഷേൽ ഫ്ലർനോയിയുടെ ഈ തീരുമാനം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് കാരണമാക്കുമെന്നാണ് കരുതുന്നത്. അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളുടെ അനധികൃത കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ സുപ്രീം കോടതി ഇടപെടുമെന്ന് സൂചന. സ്റ്റേറ്റുകളുടെ പലവിധത്തിലുള്ള കുടിയേറ്റ നിയമങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കും. അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ഇപ്പോൾ നിലവിലുള്ള കുടിയേറ്റ നിയമത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ സുപ്രീം കോടതി ഇടപെടുന്നു. അലബാമയിൽ പുതുതായി നടപ്പിലാക്കിയ കുടിയേറ്റ നിയമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിലെ മറ്റ് സ്ഥലങ്ങളിലും വ്യത്യസ്തങ്ങളായ നിയമങ്ങളാണ് അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ളത്. രാജ്യത്തെ മിക്ക സ്റ്റേറ്റുകളിലും നിലവിലുള്ള കുടിയേറ്റ നിയമത്തിനെതിരെ നിരവധി കേസുകൾ വിവിധ കോടതികളിൽ ഇപ്പോൾ നിലവിലുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്നതിന് മിക്ക സ്റ്റേറ്റുകളും കോടതികളിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഏകീകൃതമായ കുടിയേറ്റത്തിനെതിരായ നിയമം ഇപ്പോൾ അമേരിക്കയിലില്ല. മറിച്ച് രാജ്യത്തെ ഓരോ സ്റ്റേറ്റും സ്വന്തമായി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇപ്പോഴുള്ളത്. അതേസമയം അമേരിക്ക തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനായി ഒബാമ സർക്കാരും നിയമയുദ്ധത്തിലാണ്. ഇത്തരം നിയമങ്ങൾക്കെതിരെ വൈറ്റ് ഹൌസ് നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഏപ്രിലിൽ അരിസോണയിൽ നിലവിൽ വന്ന കുടിയേറ്റ നിയമത്തിന്റെ മർമ്മപ്രധാന ഭാഗങ്ങൾ ഒബാമ സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് കീഴ്ക്കോടതികൾ റദ്ദാക്കിയിരുന്നു. സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിലുള്ള കേസ് കേവലം അരിസോണയിലേത് മാത്രമല്ലെന്നും അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലെയും നിയമത്തിന് വേണ്ടിയാണെന്നും ഇന്നലെ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. പുതിയ നിയമം നിലവിൽ വന്നതോടെ രാജ്യത്തിനകത്തുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് നേരെ പോലീസും അധികാരികളും കർശന നടപടികളാണ് സ്വീകരിച്ചു വന്നത്. ഇത് വിവിധ കോണിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് കാരണമാക്കി. ഇറാൻ പിടിച്ചെടുത്ത പൈലറ്റില്ലാ വിമാനം അമേരിക്കയ്ക്ക് തിരിച്ചു നൽകണമെന്ന് പ്രസിഡന്റ് ബറാക് ഒബാമ ടെഹ്റാനോട് ആവശ്യപ്പെട്ടു. ഇറാൻ പിടിച്ചെടുത്ത അമേരിക്കൻ ചാരവിമാനം തിരിച്ചു തരണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഇറാനോട് ആവശ്യപ്പെട്ടു. ഇറാൻ പ്രധാനമന്ത്രി നൂറി അൽ മാലിക്കിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്നലെ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഒബാമ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. With respect to the drone inside of Iran, I'm not going to comment on intelligence matters that are classified. As has already been indicated, we have asked for it back. We'll see how the Iranians respond. അമേരിക്കയുടെ ഈ ആവശ്യത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരിക്കുകയാണെന്നും ഒബാമ പറഞ്ഞു. ഇതാദ്യമായാണ് ടെഹ്റാനിൽ തകർന്നു വീണ പൈലറ്റില്ലാ വിമാനം ഇറാന്റെ നിയന്ത്രണത്തിലാണെന്ന് അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇറാൻ അധികൃതർ ഒബാമയുടെ ഈ ആവശ്യത്തെ നിരസിച്ചു. തങ്ങൾ പിടിച്ചെടുത്ത വിമാനം ഇപ്പോൾ രാജ്യത്തിന്റെ സ്വത്താണെന്നും ഇനി അതിനെ എന്ത് ചെയ്യണമെന്ന് ഇറാൻ ഭരണകൂടം നിശ്ചയിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി അഹമ്മദ് വാഹിദി പറഞ്ഞത്. ഈ മാസം ആദ്യമാണ് കിഴക്കൻ ഇറാനിൽ നിന്ന് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള RQ-170 എന്ന പൈലറ്റില്ലാ ചെറുവിമാനം കണ്ടെത്തുന്നത്. വിമാനത്തെ വെടിവച്ചിട്ടതാണെന്ന് ഇറാനും എന്നാൽ തകർന്നു വീണതാണെന്ന് അമേരിക്കയും പറയുന്നു. പിടിച്ചെടുത്ത വിമാനത്തിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ സൈന്യത്തിന്റെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇറാൻ ചോർത്തിയെടുത്തതായി ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതായിരിക്കാം അമേരിക്കയുടെ ഈ അഭ്യർത്ഥനയ്ക്ക് കാരണമാക്കിയത്. രാജ്യത്തെ ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി കോളേജായി ഓർലൻഡോയിലെ വെലൻഷ്യ കോളേജിനെ തിരഞ്ഞെടുത്തു. കമ്മ്യൂണിറ്റി കോളേജ് എക്സലൻസിനുള്ള $6 ലക്ഷം സമ്മാനം ഓർലൻഡോയിലെ വലേൻഷ്യൻ കോളേജിന് ലഭിക്കും. രാജ്യത്തെ ഏറ്റവും മികച്ച കമ്മ്യൂണിറ്റി കോളേജായാണ്
ഓർലാൻഡോയിലെ വെലൻഷ്യ കോളേജിനെ തിരഞ്ഞെടുത്തത്. മികവിനുള്ള അംഗീകാരമായി $6 ലക്ഷം കോളേജിന് ലഭിക്കുന്നത്. രാജ്യത്തെ 1200 കോളേജുകളെ പിന്തള്ളിയാണ് വെലൻഷ്യ കമ്മ്യൂണിറ്റി കോളേജ് ഈ നേട്ടം കൈവരിച്ചത്. ആസ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 70,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് അതിന്റെ വിദ്യാഭ്യാസ രീതികളുടെ വൈവിധ്യം കൊണ്ടും സ്വീകരിക്കുന്ന സാമൂഹിക നിലപാടുകൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമാവുകയാണ്. They say you'll never amount to anything. They say you're going nowhere fast. They say not to even bother. You're not cut out for it. Not smart enough. Not talented enough. Not strong enough. Not now, not ever. You're too old, or too young, or too whatever. They say you'll fail. They say you can't. We say you can. ആകെയുള്ള വിദ്യാർത്ഥികളിൽ പകുതിയിലേറെ പേരും വരുമാനം കുറഞ്ഞവരാണ്. മാത്രമല്ല ന്യൂനപക്ഷവുമാണ്. സാമ്പത്തിക മാന്ദ്യകാലത്ത് ഈ പ്രത്യേകത നിലനിർത്തുകയും നിലവാരത്തിൽ ഒട്ടും പിന്നോട്ട് പോവുകയും ചെയ്തില്ല എന്നതും പുരസ്കാര നേട്ടത്തിന് കാരണമായി. ഓരോ വർഷവും 40%-ലേറെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇവിടെ നിന്നും പുറത്തു പോകുന്നുമുണ്ട്. കമ്മ്യൂണിറ്റി കോളേജുകളുടെ ദേശീയ തലത്തിലെ കണക്കുകളേക്കാൾ കൂടുതലാണിത്. Slacker? More like overachiever. For you, the question isn't can you succeed? The question is, can you get a better start? Can you cut college costs in half? Can you finish the first 2 years close to home and then go on to the university of your dreams? Can you redefine what it means to succeed? We say you can. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലൻഷ്യ ഏറെ പ്രത്യേകതകളുള്ള ഒരു അനുഭവമാണ്. ജീവിതത്തിൻ്റെ ഒരേടു പിന്നിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് വലൻഷ്യയിലേക്ക് വരുന്നവരും ഇവിടുത്തെ വിശാലതയിൽ ഭാഗമാകുന്നു. Veterans Only Speech class came about. I'm listening to a person who had been deployed twice in Iraq. When he's telling the story and he's talking about going on patrol, all of a sudden you could see it in his eyes. From that moment on, I was on a mission that I wanted to have at least one, if not two, speech classes. So if people could come together and share some of those stories, they would be around people who could understand those and relate to them. We know who's going to go first. When I came up with this idea, I went to my dean and I said, hey, this is what I want to do. And she said 3 things. Go for it. This is my favorite class because we all have a lot of stuff in common. We joke with one another. We chill with one another. How are we doing this? I served for 4 years in the Army. I was a 13 Foxtrot. I was in Korea for a year. I served in Iraq for a year. Because I've been through a lot through my military career, I can relate more to the students in an all-veterans class. Normally when you talk to veterans, they don't talk about what they did. You know, they're trying to get on with their lives. But in this class, everybody is coming forward. If somebody doesn't understand something in class, everybody jumps in to want to help that person. I went into the Marine Corps in 2006. I was an NCO at IPAC, which is our admin shop for the entire base. When I got promoted, I was put in charge of all the killed in action and missing in action. So my job became overseeing all of the guys who were deployed, anything that happened to them. I was the one that put together all the paperwork for the Marine Corps, for the families. It was rough sometimes, late night calls and tough things to put together, but it's really nice being in a group that understands where you're coming from and what you've been through. And I think a lot of veterans worry about being in classes where the teachers will, be different with them or the students will be different with them, and we don't have to worry about that. So we go in there knowing that we're not being judged, we're not being looked at differently or treated differently. We're just all there for to learn. This class has helped me with my ability to stand in front of audiences and speak. This pretty much sums up our mission in Iraq. Before I started the class, my knees would buckle, my voice would quiver, but now I have a better confidence in speaking in front of people. All right, let's get tight hand, count of 3. 1, 2, 3. They are comfortable being around people who have experienced what they've experienced. If I had the option to have all veteran classes, I would choose all of them. So that's just another thing that I love about Valencia, and one of the things that we're doing is to support our veterans coming back and transitioning back into education, because speech is a requirement, and nobody wants to be there.
ജീവിതത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളിലേക്കും അറിവിന്റെ ജാലകം തുറക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസം സഹായിക്കുന്നുവെന്ന് അനുഭവസ്ഥർ പറയുന്നു. Horticulture and landscape technology. Oh, good for you. So why Valencia? I see a lot of these students who come on campus and then take their class and then disappear. I don't think they realize what Valencia has to offer. It's a pretty tough word to pronounce, obviously. I'm choking on my words. But horticulture is the study of propagating plants, working with flowers, landscape design. It's pretty much like the study of growing plants more than just studying plant. Wide range. We have plant propagation, orchidology, which is actually a really interesting class. You've got landscape design. We got interior scaping. Here in Florida, you can go onto turf grasses for golf courses. We have plant pathology, plant physiology, botany. I mean, the list goes on, and it's just a wide multitude of classes that you can take. ഇനി ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റായി ജോസ് കാടാപ്പുറം തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി കേരളഭൂഷണത്തിലെ സജി എബ്രഹാം, ട്രഷററായി കൈരളി TV ബ്യൂറോ ചീഫ് ഫിലിപ്പ് മാരേറ്റ്, വൈസ് പ്രസിഡന്റായി അക്ഷരം മാസികയിലെ പ്രിൻസ് മാർക്കോസ്, ജോയിന്റ് സെക്രട്ടറിയായി ജെ മാത്യൂസ്, ഓഡിറ്ററായി സണ്ണി പൗലൂസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ലോങ് ഐലൻഡിലെ സീഫോർഡിലുള്ള CSI മലയാളം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നൈറ്റ് സംഘടിപ്പിച്ചു. റവറൻഡ് നെബൂസ്കറിയ ഫാമിലി നൈറ്റിന് നേതൃത്വം നൽകി. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തോമസ് ടി ഉമ്മൻ, ജോയിന്റ് കൺവീനർ റേച്ചറൽ ജോയ് എന്നിവരും സംസാരിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ സമരത്തിന് ഷിക്കാഗോ UDF നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി 15-ന് സ്കോക്കിയിലുള്ള രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ UDF പ്രവർത്തകർ ഒത്തുചേരും. അമേരിക്കൻ ഭദ്രാസനത്തിലെ ഷിക്കാഗോ സെന്റ് ജോർജ് സുറിയാനി പള്ളി സ്ഥാപകാംഗം ചെറിയാൻ വേങ്കടത്തിന് ഷെവലിയർ പട്ടം നൽകി ആദരിക്കും. സ്നേഹസംവേദനം എന്ന പുസ്തകം നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് ഫാദർ MK കുര്യാക്കോസിന് നൽകി പ്രകാശനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറിയൻ കലാപം, മരണം 5000 കവിഞ്ഞു. സിറിയൻ സൈനിക നടപടിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കുമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ സമിതി അംഗം നവി പിള്ളൈ. അലബാമ അനധികൃത കുടിയേറ്റ നിയമം ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ഫെഡറൽ കോടതി. അമേരിക്കയിലെ പുതുവർഷം പുതിയ തൊഴിലവസരങ്ങളോടെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ 14% സ്ഥാപനങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അധികൃതർ. അമേരിക്കൻ സൈനിക എയർബേസിലെ ഹെലികോപ്റ്റർ അപകടം, 4 സൈനിക പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.